വിധി വന്നു. അങ്ങനെ സുപ്രധാനമായ ഒരു വിധി സമ്പാദിച്ച ആളാണ് അബ്ദുസമദ് വാഴക്കാല എന്ന് പറയുന്ന ആള്. ഈ അരിശം എവിടെ കൊണ്ടുപോയി തീർക്കും? മുഹമ്മദ് കമ്രാൻ എന്ന് പറയുന്ന ആളോ ആ സമയത്ത് ജമാഅത്തെ ഇസ്ലാമിയുടെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ വളരെ ശക്തമായി നേരിട്ട ആളാണ്. അദ്ദേഹം കേസിന് പോയിട്ടില്ലെങ്കിലും. അപ്പോൾ ഈ രൂപത്തിൽ തങ്ങൾക്കെതിരെ കേസ് കൊടുത്ത അബ്ദുസമദ് വാഴക്കാല, മദീന മസ്ജിദ് പ്രശ്നത്തിൽ തങ്ങൾക്കെതിരെ നിന്ന മുഹമ്മദ് കമ്രാൻ, ആ രണ്ടുപേരെയും ഖാദിയാനിയായി ചിത്രീകരിച്ചുകൊണ്ട് കേരളത്തിലെ ഉത്തരവാദിത്തപ്പെട്ട 2 വാരികയിൽ ജമാഅത്തെ ഇസ്ലാമിക്കാർ തന്നെ കത്തെഴുതി. 6 പേരിൽ മുഹമ്മദ് കമ്രാന്റെ പേരിൽ, 6 പേരിൽ അബ്ദുസമദ് വാഴക്കാലയുടെ പേരിൽ. ഇത് കണ്ടപ്പോൾ സുബ്ഹാനല്ലാഹ്, അബ്ദുസമദ് കണ്ണു തള്ളുന്നു, മുഹമ്മദ് കമ്രാനും കണ്ണു തള്ളുന്നു. ഞങ്ങളറിയാതെ ഞങ്ങളുടെ കത്ത് കേരള ശബ്ദം പ്രസിദ്ധീകരിക്കുകയോ? ഇവിടെയും മറ്റൊരു ചതിയുടെ പാഠമുണ്ട്. അതാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ കൊടും ചതി എന്ന് പറയുന്നത്. ജമാഅത്തെ ഇസ്ലാമിയുടെ കൊടും ചതി എന്തുകൊണ്ട്? കേരളത്തിൽ എണ്ണിയാലൊടുങ്ങാത്ത പ്രസിദ്ധീകരണങ്ങളുള്ളപ്പോൾ, വാരികളുള്ളപ്പോൾ എന്തുകൊണ്ട് മലയാളത്തെയും കേരള ശബ്ദത്തെയും മാത്രം തെരഞ്ഞെടുത്തു? എന്തുകൊണ്ട് കേരള ശബ്ദവും മലയാളം വാരികയും മാത്രം ജമാഅത്തെ ഇസ്ലാമി തെരഞ്ഞെടുത്തു? 1,000 പ്രസിദ്ധീകരണങ്ങളില്ലേ? സ്വന്തം പത്രമില്ലേ? മാധ്യമമില്ലേ? പ്രബോധനമില്ലേ? അവിടെയൊന്നും ചെയ്യാതെ എന്തുകൊണ്ട് മലയാളത്തെയും കേരള ശബ്ദത്തെയും തെരഞ്ഞെടുത്തു എന്ന് ചോദിച്ചാൽ, ഇടക്കാലത്തായി ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ നല്ല നെടുനീളൻ ലേഖനങ്ങൾ പ്രസിദ്ധീകരിച്ച 2 വാരികളാണ് മലയാളവും കേരള ശബ്ദവും. എത്ര പ്രസിദ്ധീകരണങ്ങളിലാ നിങ്ങൾ നോക്കൂ. ഇത് കേരള ശബ്ദം, ഭീകരവാദത്തിന്റെ കോഴിക്കോടൻ വേരുകൾ, അജയന്റെ ലേഖനം. അത് മാത്രമല്ല മലയാളത്തിൽ ആവർത്തിച്ചു വന്നത്. അതുപോലെ തന്നെ ഇതിന് പുറമെ നമുക്കറിയാം കേരളത്തിലെ ഉത്തരവാദിത്തപ്പെട്ടവർ തന്നെ ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് പറഞ്ഞ അഭിപ്രായങ്ങൾ. ഇതെല്ലാം നിരന്തരമായി കേരള ശബ്ദവും അതുപോലെ തന്നെ മലയാളം വാരികയും പുറത്തു വിട്ടുകൊണ്ടിരുന്നു. ജമാഅത്തെ ഇസ്ലാമി തീവ്രവാദ സംഘടനയാണ് എന്ന് സമർത്ഥിച്ചു. അപ്പോൾ തങ്ങൾക്കെതിരെ ലേഖനം എഴുതിയ അതേ വാരികളെ തന്നെ വഞ്ചിക്കാൻ ജമാഅത്തെ ഇസ്ലാമി തീരുമാനിച്ചു. അതേ വാരികളെ തന്നെ തെരഞ്ഞെടുത്തു. കേരള ശബ്ദത്തെയും അതുപോലെ തന്നെ മലയാളം വാരികയെയും. അതുകൊണ്ട് അവസാനിച്ചില്ല. ഇത് ജമാഅത്തെ ഇസ്ലാമി തീവ്ര ഫാസിസ്റ്റ് സംഘടന ആര്യാടൻ ഷൗക്കത്ത് കേരള ശബ്ദത്തിൽ വന്നാണ്. ഇതിന് മറുപടി എഴുതാൻ ഷെയ്ഖ് മുഹമ്മദ് കാരക്കൊന്നൊന്ന് ശ്രമിച്ചു നോക്കി. പക്ഷേ പണ്ട് മുതൽ പാടുന്നത് മൂപ്പര് മുഖാമുഖം നോക്കി പിന്നെ എഴുതി വെച്ചു. ആരും അതിനെ ശ്രദ്ധിച്ചില്ല. അപ്പൊ ആരും ശ്രദ്ധിച്ചില്ല എന്ന് കണ്ടപ്പോ മൂപ്പര് മറ്റൊരടവ്, ഏത് അബ്ദുസമദ് വാഴക്കാലയുടെ പേരിൽ എഴുതിയ അതേ കോളത്തിൽ ആരാ കയറി വന്നത്? സാക്ഷാൽ ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന്. കണ്ടോ, ഇത് കേരള ശബ്ദത്തിന്റെ ലാസ്റ്റ് പേജ്, ഇത് കേരള ശബ്ദത്തിന്റെ ലാസ്റ്റ് പേജ്, രണ്ടും പ്രതികരണ വേദി. ഇവിടെ കയറി വന്നത് ആരാ? ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന്. എന്നിട്ട് ആര്യാടൻ ഷൗക്കത്തിന്റെ അഭിമുഖം നേരത്തെ പ്രസിദ്ധീകരിച്ചിരുന്നല്ലോ, അതിന് മറുപടി എഴുതി. പക്ഷെ അത് ഏറ്റില്ലെന്ന് കണ്ടപ്പോ പ്രതികരണ വേദിയിൽ ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് കടന്നു വന്നിട്ട് എഴുതുന്നത്, ആര്യാടൻ ഷൗക്കത്ത് ഉൾപ്പെടെ 6-7 പേർ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ കേരള ശബ്ദം വാരികയിൽ എഴുതിയ വിമർശനങ്ങൾക്ക് ഞാൻ മറുപടി നൽകി. അത് കേരള ശബ്ദത്തിൽ പ്രസിദ്ധീകരിച്ച് ഒരാഴ്ച കഴിയും മുമ്പേ ആര്യാടൻ ഷൗക്കത്ത് ടെലിഫോണിൽ വിളിച്ചു. ആരെ? ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന്. ലേഖനത്തെ സംബന്ധിച്ച് സംസാരിക്കാനായിരിക്കുമെന്നാണ് സ്വാഭാവികമായും ധരിച്ചത്. എന്നാൽ അദ്ദേഹം പ്രസിഡന്റായ നിലമ്പൂർ പഞ്ചായത്ത് സംഘടിപ്പിക്കുന്ന പ്രഭാഷണ പരമ്പരയിൽ പങ്കെടുക്കാനായിരുന്നു ഫോൺ ചെയ്തത് എന്ന് പറഞ്ഞാൽ, ഞാൻ മറുപടി എഴുതിയതോടെ ആര്യാടൻ ഷൗക്കത്തിന്റെ പ്രയാസമൊക്കെ നീങ്ങി, നീരസമൊക്കെ നീങ്ങി, മറ്റു പല സംഘടനകളെയും വിളിച്ച കൂട്ടത്തിൽ എന്നെയും അദ്ദേഹം വിളിച്ചിട്ടുണ്ട് എന്ന് മാലോകരെ നിങ്ങൾ അറിഞ്ഞുകൊള്ളൂ എന്ന് സമർത്ഥിക്കുവാൻ വേണ്ടിയിട്ട് മതേതര കൂട്ടായ്മയുടെ മികച്ച മാതൃക എന്ന് പറഞ്ഞുകൊണ്ട് ഈ കേരള ശബ്ദത്തിന്റെ പ്രതികരണ വേദിയിൽ തന്നെ ഷെയ്ഖ് മുഹമ്മദ് കാരക്കൊന്ന് കടന്നുകൂടുകയാണ്. നിങ്ങൾ മനസ്സിലാക്കണം മാന്യ സഹോദരങ്ങളെ, പ്രകടമായ ചതി, പ്രകടമായ വഞ്ചന, ആ വഞ്ചന പരസ്യമായി പ്രകടിപ്പിച്ച ജമാഅത്തെ ഇസ്ലാമി, ഈ മുസ്ലിം സമൂഹത്തെ പ്രതിക്കൂട്ടിൽ നിർത്തിയ ജമാഅത്തെ ഇസ്ലാമി, മുജാഹിദ് പ്രസ്ഥാനത്തിനെതിരെ കള്ളാരോപണം വെച്ചുകെട്ടിയ ജമാഅത്തെ ഇസ്ലാമി, അതുപോലെ തന്നെ ഇവിടെ മുസ്ലിം ലീഗ് അടക്കമുള്ള ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ സംഘടന പേരിൽ വ്യാജാരോപണം ഉന്നയിച്ച ജമാഅത്തെ ഇസ്ലാമി കേരള സമൂഹത്തോട് പരസ്യമായി മാപ്പ് പറയണം. മാപ്പ് പറഞ്ഞാലല്ലാതെ ജമാഅത്തെ ഇസ്ലാമിക്ക് ഇനി നിരത്തിൽ മാന്യതയോടെ നിലനിൽ നിൽക്കാനുള്ള അവകാശമുണ്ടാവുകയില്ല എന്ന് ഈ സമ്മേളനം ആഹ്വാനം ചെയ്യുകയാണ്. മാന്യതയുണ്ടെങ്കിൽ, നിങ്ങളുടെ നിലപാട് അത് ശരിയാണെന്ന ബോധം നിങ്ങൾക്കുണ്ട് എങ്കിൽ,
ഈ സത്യം, ഈ ധർമ്മം, അതുപോലെ തന്നെ ജീവിതത്തിൽ ഒരു മനുഷ്യൻ സ്വീകരിക്കേണ്ടതായ സദാചാരബോധം, ആ സദാചാരബോധത്തിന് നിങ്ങൾ വില കൽപ്പിക്കുന്നുവെങ്കിൽ ഈ മുസ്ലിം സമൂഹത്തോട് ചെയ്ത ഈ വഞ്ചനക്ക് പൊതുസമൂഹത്തോട് മാപ്പ് പറഞ്ഞാലല്ലാതെ ഒരിക്കലും ജമാഅത്തെ ഇസ്ലാമി തങ്ങൾ ചെയ്ത ചതിയിൽ നിന്ന് മുക്തരാവുകയില്ല എന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ പരസ്യമായി ജമാഅത്തെ ഇസ്ലാമി രംഗത്ത് വരണം. ഞങ്ങൾ പറഞ്ഞത് ശരിയാണെന്ന് സമർത്ഥിക്കാൻ, തെളിവുകൾ കൊണ്ട് സമർത്ഥിക്കാൻ ജമാഅത്തെ ഇസ്ലാമി രംഗത്ത് വരണം. സാധിക്കുകയില്ല. ഇലാ യൗമിൽ ഖിയാമ, ലോകാവസാനം വരെ ജമാഅത്തെ ഇസ്ലാമിക്ക് അതിന് സാധിക്കുകയില്ല എന്ന് മനസ്സിലാക്കണം. മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ജമാഅത്തെ ഇസ്ലാമി എതിർക്കാൻ ഏതെങ്കിലും ഒരു ഖാദിയാനോടൊപ്പം നിൽക്കേണ്ട കാര്യമില്ല. മുജാഹിദ് പ്രസ്ഥാനത്തെ അറിയുമോ നിങ്ങൾക്ക്? കൊടിയത്തൂര് പോയി നോക്ക്. കൊടിയത്തൂരിനടുത്ത ചേന്നമംഗലൂരാണ് ആരിഫ് അലി സാഹിബിന്റെ വീടെങ്കിൽ ആ ചേന്നമംഗലൂരിൽ നിന്നാണ് സാക്ഷാൽ അബ്ദുറഹ്മാൻ സാഹിബ് വിവാഹം കഴിച്ചിട്ടുള്ളതെങ്കിൽ അവിടെ നടന്നൊന്ന് ചോദിച്ചു നോക്ക്. കഴിഞ്ഞകാല ചരിത്രത്തിൽ, ആ ചരിത്രത്തിൽ വളരെ വ്യക്തമായി എഴുതപ്പെട്ട ഒരു രേഖ ഇന്നുമുണ്ട്. അതെന്താണെന്നറിയുമോ? 1989 മെയ് 27 കൊടിയത്തൂരിലെ പടുവൻകുറ്റിയിൽ വെച്ചുകൊണ്ട് നടന്ന മുബാഹല, ആ മുബാഹലയുടെ ചരിത്രം ജമാഅത്തെ ഇസ്ലാമി മറന്നുപോയോ? ഈ ലോകത്തുള്ള മുഴുവൻ മുസ്ലിങ്ങളെയും ഖാദിയാനി ഖലീഫ ഞങ്ങളുമായി മുബാഹലക്ക് തയ്യാറുണ്ടോ എന്ന് വെല്ലുവിളിച്ച സമയം അതേ മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനി സത്യപ്രവാചകനാണെന്ന് ഞങ്ങൾ വാദിക്കുന്നു. അതിനെ എതിർക്കാൻ ലോകത്ത് ഏതെങ്കിലും ഒരു മുസ്ലിം ഞങ്ങളുമായി മുബാഹലക്ക് തയ്യാറുണ്ടോ എന്ന് ഖാദിയാനികൾ നിരന്തരം വെല്ലുവിളിച്ചപ്പോൾ ഞങ്ങളുണ്ട് എന്ന് പ്രഖ്യാപിച്ച് കൊടിയത്തൂരിൽ 5 മനുഷ്യാത്തെ ഇസ്ലാമി ഉയർക്കൊണ്ട സമയത്ത് ഒരു ഭാഗത്ത് ഖാദിയാനികൾ, മറുഭാഗത്ത് അതേ മുസ്ലിം സമൂഹത്തെ പ്രതികരിച്ചുകൊണ്ട് 5 മനുഷ്യാത്തെ ഇസ്ലാമിയുടെ പ്രവർത്തകർ അങ്ങനെ മുബാഹല വാചകം ഉച്ചരിക്കുമ്പോൾ അന്ന് മുസ്ലിം സമൂഹത്തിന് വേണ്ടി മുബാഹലയുടെ വാചകം ചൊല്ലിപ്പറഞ്ഞയാള് ഇന്നും കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സെക്രട്ടറിയായ എം മുഹമ്മദ് മദനിയാണെന്ന വിവരം ജമാഅത്തുകാരാ നീ എങ്ങനെ മറന്നു? ഇന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിന് പണ്ഡിതപരമായ നേതൃത്വം വഹിക്കുന്ന കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അനുശേദ്യനായ സെക്രട്ടറിയായ എം മുഹമ്മദ് മദനി അല്ലാഹു സുബ്ഹാനഹു വ തആല ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഖാദിയാനി ഖലീഫയുടെ വെല്ലുവിളി സ്വീകരിച്ചുകൊണ്ട് മുസ്ലിം സമൂഹത്തെ പ്രതികരിച്ച് മുബാഹല വാചകം ചൊല്ലിക്കൊടുത്ത എം മുഹമ്മദ് മദനി ഇവിടെ ജീവിച്ചിരിക്കുമ്പോ ഹിറാ സെന്ററിന്റെ അകത്തളങ്ങളിൽ ഉരുവിട്ട് പഠിച്ച വാചകങ്ങൾ പുറത്തേക്കിറങ്ങി സ്റ്റേജിൽ കയറിയിട്ട് പ്രസ്താവനയായി ഈ സമൂഹത്തോട് വിളമ്പുമ്പോൾ ഈ സമൂഹത്തോടുള്ള ബാധ്യത, ഉത്തരവാദിത്തം ജമാഅത്തെ ഇസ്ലാമി മറന്നു പോകരുത് എന്ന് ഈ സമ്മേളനം ആവർത്തിച്ച് ആഹ്വാനം ചെയ്യുന്നു. ജമാഅത്തെ ഇസ്ലാമിയെ ഈ സമ്മേളനം താക്കീത് ചെയ്യുന്നു എന്ന് തിരിച്ചറിയണം. അതുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. കള്ളപ്രചരണങ്ങളിൽ നിന്ന് പരിപൂർണമായി മുക്തമായി സത്യസന്ധതയുടെ, ആത്മാർത്ഥതയുടെ, അതുപോലെ തന്നെ ധർമ്മത്തിന്റെ, നീതിയുടെ ഒരു മുഖം സ്വീകരിച്ച് ജമാഅത്തെ ഇസ്ലാമി നന്നാകണമെന്ന് ഉപദേശിച്ച് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒത്തൊരുമിക്കൽ അവനടുക്കൽ സ്വീകാര്യമായ ഒരമലാക്കി തീർക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ISM മതം ഗുണകാംക്ഷയാണ് എന്ന പ്രമേയം ഉയർത്തിപ്പിടിച്ച് 4 മാസക്കാലമായി നടത്തിവരുന്ന ക്യാമ്പയിൻ അതിൻ്റെ സമാപനത്തിലാണ്. യുവത്വം നന്മയാണ് എന്ന് പ്രത്യേകം ബോധ്യപ്പെടുത്തേണ്ട ഒരു സംഗതിയല്ലെങ്കിലും നന്മകൾ ഏത് സ്വന്തമാക്കുമ്പോഴും അതിന് നന്ദിയുള്ളവരായിരിക്കാൻ നാം ബാധ്യസ്ഥരാണ് എന്ന കാര്യം ഒരു കാലത്തും മറന്നുകൂടാ. സുമ്മല തുസ്അലുന്ന യൗമ ഇദിൻ അനിൻ നഈം, അന്നേ ദിവസം അനുഗ്രഹങ്ങളെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. ഈ പ്രപഞ്ചത്തിൽ ജീവിതാസ്വാദനങ്ങൾക്കു വേണ്ടി ഏതെല്ലാം തരത്തിലുള്ള ആസ്വാദനങ്ങളും അനുഗ്രഹങ്ങളും നൽകപ്പെടുമ്പോഴും സർവാധിനാഥനായ തമ്പുരാന്റെ അരികിൽ നിന്നുള്ള പ്രത്യേകമായ ഔദാര്യമാണ് അത് എന്ന് തിരിച്ചറിയേണ്ട ബാധ്യത നമ്മുടെ അരികിലുണ്ട്. അതുകൊണ്ടുതന്നെ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം സർവശക്തനായ തമ്പുരാന്റെ അരികിൽ 2 തരമാണ്, ഇമ്മാ ഷാക്കിറൻ വ ഇമ്മാ കഫൂറ. ഒന്നുകിൽ നന്ദിയുള്ളവനാകാം, അല്ലെങ്കിൽ നന്ദി കെട്ടവനാകാം. നമ്മുടെ ജീവിതത്തിൽ പ്രപഞ്ചനാഥൻ കനിഞ്ഞേകിയ ഓരോ അനുഗ്രഹങ്ങൾക്കും നന്ദിയുള്ളവരാകാൻ നാം ബാധ്യസ്ഥരാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാർ സത്യാദർശം മുറുകെ പിടിക്കുകയും
അതിനുവേണ്ടി ത്യാഗനിഷ്ഠയോടുകൂടി ജീവിതം നയിക്കുകയും ചെയ്യുന്ന കാലഘട്ടങ്ങൾക്കിടയിൽ ചില സന്ദർഭങ്ങളിൽ അവർക്ക് ശത്രുക്കളെ നേരിടേണ്ടി വന്നിട്ടുണ്ട്, അവരുടെ ആയുധങ്ങൾക്ക് വിധേയരാകേണ്ടി വന്നിട്ടുണ്ട്. അത്തരമൊരു സമയം ദാത്തുരിഖ യുദ്ധം കഴിഞ്ഞും തിരിച്ചു വരുമ്പോൾ, തുടർച്ചയായ ദിവസങ്ങളിലെ യുദ്ധം കഴിഞ്ഞ് പരിക്കുകളുമായി പ്രയാസങ്ങളുമായി അവസാനം വിജയശ്രീലാളിതരായി തന്നെ തിരിച്ചു പോകുമ്പോൾ ഒരല്പസമയം ഒരു തണലിൽ അവർ വിശ്രമിക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ ചില ആളുകൾക്ക് ഒരല്പം മയങ്ങാനുള്ള സമയം കിട്ടി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, നിങ്ങൾക്കിപ്പോൾ ലഭ്യമായിരിക്കുന്ന ഈ തണലും നിങ്ങൾക്ക് ഉറങ്ങാൻ ലഭിച്ചിരിക്കുന്ന ഈ അവസരവും രണ്ടും റബ്ബിന്റെ അനുഗ്രഹങ്ങളിൽ പെട്ടതാണ്. ഈ തണൽ ആസ്വദിച്ചതിന്റെ പേരിൽ, ഉറക്കം നിങ്ങൾക്ക് അനുഭവിച്ചതിന്റെ പേരിൽ നാളെ റബ്ബിനോട് നിങ്ങൾ മറുപടി പറയേണ്ടി വരും. അഥവാ നാഥൻ നൽകുന്ന ഏതൊരു അനുഗ്രഹത്തിനും നിശ്ചയമായും നന്ദിയുള്ളവരായിരിക്കാൻ പ്രത്യേകം പഠിപ്പിക്കപ്പെട്ടിരിക്കുന്നു. നമ്മെ സംബന്ധിച്ചിടത്തോളം മനുഷ്യ സമൂഹത്തിന് കൃത്യമായി മാതൃകയാകാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സംഘത്തെ വാർത്തെടുത്തിട്ടുണ്ട്. സ്വഹാബികളാണവർ. ആ സ്വഹാബികളെ സംബന്ധിച്ചിടത്തോളം അന്തിമനാൾ വരെയുള്ള ജനങ്ങൾക്ക് മാതൃകയാണ് അവരെ വ്യക്തമായി വിശുദ്ധ ഖുർആൻ ബോധ്യപ്പെടുത്തുകയും ചെയ്തു. ആ സ്വഹാബികൾക്ക് മാതൃകയാകാൻ വ്യത്യസ്തരായ യുവാക്കളെ, ഒന്നാമതായി അസ്ഹാബുൽ കഹ്ഫ്, ഇന്നഹും ഫിത്യത്തുൻ ആമനൂ ബിറബ്ബിഹിം വസിദ്നാഹും ഹുദാ, അതെ റബ്ബിൽ വിശ്വസിക്കുകയും ഹിദായത്ത് റബ്ബ് വർദ്ധിപ്പിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുള്ള ആ യുവാക്കളെ മാതൃകയായി നിങ്ങൾ സ്വീകരിക്കണം എന്ന് അവരോട് പ്രത്യേകമായി ബോധ്യപ്പെടുത്തുകയുണ്ടായി. ലാ തസൂലു ഖദമു ബിനി ആദമ യൗമൽ ഖിയാമത്തി മിൻ ഇൻദി റബ്ബിഹി ഹത്താ യുസ്അല അൻ ഖംസിൻ, 5 കാര്യങ്ങളെപ്പറ്റി ചോദ്യം ചെയ്യപ്പെടാതെ മനുഷ്യരുടെ, ആദമിന്റെ മക്കളുടെ കാൽപാദങ്ങൾ അന്തിമനാളിൽ മുന്നോട്ട് വെക്കാൻ സാധ്യമല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമാക്കിയിട്ടുണ്ട്. ഒന്നാമതായി അൻ ഉംരിഹി, അവന്റെ ആയുസ്സിനെ സംബന്ധിച്ചാണ്. ഫീമ അഫ്നാഹു, ഏതൊരു വിഷയത്തിലാണ് ആയുസ് ചെലവാക്കിയത്. നമ്മുടെ സംസാരം, നമ്മുടെ പ്രവർത്തനം, നമ്മുടെ അധ്വാനം, നമ്മുടെ ഓരോ നിമിഷങ്ങളും ഏതൊരു കാര്യത്തിലാണ് വിനിയോഗിക്കുന്നത് എന്ന് ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട്. അതോടൊപ്പം എണ്ണിപ്പറഞ്ഞ ഒരു കാര്യം അൻ ശബാബിഹി, അവന്റെ യുവത്വത്തെ സംബന്ധിച്ച്. ഫീമ അബിലാഹു, അത് ഏതൊരു കാര്യത്തിലാണ് തന്റെ യുവത്വത്തെ അവൻ വിനിയോഗിച്ചിരിക്കുന്നത്. ഇങ്ങനെ സ്വത്തിനെ കുറിച്ചും നേടിയ അറിവിനെ കുറിച്ചും പ്രവർത്തനങ്ങളെ കുറിച്ചും എല്ലാം തന്നെ വ്യക്തമായി ചോദ്യം ചെയ്യപ്പെടുമ്പോൾ ഈ ചോദ്യങ്ങളെല്ലാം യുവതയുമായി പ്രത്യേകം ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് കാണാൻ സാധിക്കും. അനുഗ്രഹങ്ങൾ ഓരോന്നും പരീക്ഷണം കൂടിയാണ്. പരീക്ഷണം എന്ന് പറയാനുള്ള കാരണം, അനുഗ്രഹങ്ങൾ ലഭിക്കുമ്പോൾ നന്ദിയുള്ളവരാകുന്നതിന് പകരം അഹംഭാവികളായി മാറുക എന്നുള്ളത് സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. വിശുദ്ധ ഖുർആനിലൂടെ, തിരുസുന്നത്തിലൂടെ ഒരു സംഗതി ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അതിനോട് യാതൊരു മനസ്സാക്ഷിക്കുത്തും ഒരു പ്രയാസവുമില്ല. അത് കാലഘട്ടത്തിന് യോജിച്ചതല്ല എന്ന് ഒരു തോന്നലില്ല. പ്രത്യക്ഷമായി അള്ളാഹുവിന്റെ വഹീനെ, വിശുദ്ധ ഖുർആനിനെയും തിരുസുന്നത്തിനെയും സംശയരഹിതമായി ഏറ്റെടുക്കാനും പ്രചരിപ്പിക്കാനും യുവത തയ്യാറാകണം എന്നുള്ളതാണ് ഒന്നാമതായി വേണ്ടത്. രണ്ടാമതായി, മരണാനന്തര ജീവിതത്തിൽ കടുത്ത നരകാഗ്നിയെ സംബന്ധിച്ച്, അതിന്റെ താക്കീതിനെ സംബന്ധിച്ചുള്ള ഭയപ്പാട് ഓരോ വിശ്വാസിയും ഓരോ യുവാവും ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് ധാർമ്മികതയുടെ പാഠങ്ങൾ ഉൾക്കൊണ്ട് നീതിയുടെ മാർഗത്തിലൂടെ ജീവിക്കണം എന്നാണ്. സ്വഹാബത്തിന് തന്നെ മാതൃകയാക്കണം എന്നത് വ്യക്തമായി പഠിപ്പിക്കപ്പെട്ടിരിക്കുന്ന ഒരു സംഗതിയാണ്. മാ അമിനഹു ഇല്ലാ മുനാഫിഖ് വലാ ഖാഫഹു ഇല്ലാ മുഅ്മിൻ. ഹസൻ അൽ ബസരി പറയുകയാണ്, മുനാഫിഖിനല്ലാതെ തങ്ങൾ ചെയ്യുന്ന ഏതൊരു കാര്യത്തെ സംബന്ധിച്ചും നിർഭയത്വ ബോധം ഉണ്ടാവുകയില്ല, സത്യവിശ്വാസിക്കല്ലാതെ അങ്കലാപ്പ് ഉണ്ടാവുകയില്ല. എന്റെ ജീവിതം, എന്റെ കൂട്ടുകെട്ട്, എന്റെ പ്രവർത്തനം, എന്റെ അജണ്ടകൾ, ഇത് എനിക്ക് നാളെ അപകടം വിതക്കുമോ എന്ന് ചിന്തിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ തയ്യാറാകണം എന്നാണ് സ്വഹാബികൾ നിരന്തരമായി നിർവഹിക്കാറുള്ള ഒരു ദുആ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഖുശൂഇൻ നിഫാഖ്, കാപ്പട്യത്തിന്റെ ഭക്തിയിൽ നിന്ന് നാഥ ഞാൻ ശരണം തേടുന്നു എന്ന് സ്വഹാബികൾ പറയും. എന്താണ് ഖുശൂ നിഫാഖ് എന്ന ചോദ്യത്തിന് നൽകപ്പെട്ട മറുപടി, അൻയറൽ ബദന ഹാശിയൻ വൽ ഖൽബു ലൈസ ബിഹാശിയ, ശരീരത്തിൽ ഭക്തിയുടെ അടയാളങ്ങളും ഹാവഭാവങ്ങളും ഉണ്ടാകും, പക്ഷേ ഹൃദയത്തിൽ റബ്ബിനെ കുറിച്ചുള്ള ഒരു ഭയമോ നരകത്തെക്കുറിച്ച് ഒരു പേടിയോ ഉണ്ടാവുകയില്ല. എന്നാൽ ശരീരത്തിൽ പുറമെ കാണുന്നത് പോലെ തന്നെ അകത്തളങ്ങളിലും അകത്തും പുറത്തും ഒരേ രീതിയിൽ റബ്ബിനെ ഭയപ്പെട്ടു കൊണ്ടുപോകണം. 2 തരം അജണ്ടകൾ ആവശ്യമില്ല. സുതാര്യമായ ജീവിതം നയിക്കാൻ നമുക്ക് സാധിക്കണം. അഥവാ ഹൃദയങ്ങൾ നന്മയിലേക്ക് തന്നെ ചായണം, ശരീരങ്ങൾ താൽക്കാലിക സുഖങ്ങളിലേക്ക് ഒരിക്കലും ചായുന്ന അവസ്ഥ അങ്ങേയറ്റം സൂക്ഷിക്കുകയും വേണം. ഹക്കിന് നേരെ ഒരിക്കലും നമ്മുടെ കാതുകൾ മൂടാൻ പാടില്ല. വിനോദ കേന്ദ്രങ്ങളും തോന്നിവാസങ്ങളും ഇഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഒരിക്കലും നമ്മിൽ വളർന്നു വരാൻ പാടില്ല എന്നാണ് ആ വിഷയത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ഇന്നല്ലാഹ അസ്സ വജല്ല ലയഅജബു മിനശ്ശാബി
സ്വഭാവത്തി എന്ന ദുർഗുണമില്ലാത്ത യുവാവിനെ സംബന്ധിച്ച് അള്ളാഹു അങ്ങേയറ്റം മതിപ്പുള്ളവനാണ് എന്നാണ്. എന്താണ് സ്വഭാവത്ത്? വിനോദത്തിലേക്കോ വിവരക്കേടിലേക്കോ ജഹലിലേക്കോ ലഹുവിലേക്കോ അപക്വതയിലേക്ക് ചായാത്ത മാനസികാവസ്ഥയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട യുവാക്കളെ, നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഹൃദയങ്ങൾ ഒരിക്കലും കാപ്പട്യത്തിലേക്ക് ചാഞ്ഞു പോകരുത്. മ്യൂസിക്കിന്റെയും പൈശാചികമായ പ്രവർത്തനങ്ങളുടെയും അഭിനയത്തിന്റെയും തോന്നിവാസങ്ങളുടെയും ട്രെൻഡുകൾക്കനുസരിച്ച് വഴിമാറിപ്പോകുന്ന സാഹചര്യം ഒരിക്കലും കടന്നു വരാൻ പാടില്ല. യുവാക്കൾ മാതൃകയാക്കേണ്ടത് ഏതെങ്കിലും പിഴച്ച പ്രസ്ഥാനങ്ങളെയോ നക്സൽ സ്വഭാവത്തിലുള്ള സംഘങ്ങളെയോ അല്ല. ഒരിക്കലും യുവാക്കൾ മാതൃകയാക്കേണ്ടത് സാർത്രനെയോ ചെഗുവേരയോ അല്ല. മറിച്ചു ആ രൂപത്തിൽ സമാന്തര ബദൽ പ്രസ്ഥാനങ്ങളായി ഇസ്ലാമിക യുവാക്കളെ വളർത്തിയെടുത്തതിന്റെ നെറികെട്ട ചില ഉദാഹരണങ്ങളാണ് തൊട്ടുമുമ്പ് നാം ശ്രദ്ധിക്കുകയുണ്ടായത്. നമുക്ക് മാതൃകയാക്കാനുള്ളത് സ്വഹാബികളാണ്. എന്നാൽ ഇതാ ഇങ്ങനെ പിഴച്ച നക്സൽ പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാരെയും അതിനെ ഇസ്ലാമിന്റെ ചിത്രമണിഞ്ഞുകൊണ്ട് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഷിയാക്കൾ, അലി ശരീഅത്തിയെ പോലുള്ള, ഹുമൈനിയെ പോലുള്ള, സയ്യിദ് ഖുത്ബിനെ പോലെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അത്തരം ആളുകളിൽ നിന്ന് ആവേശം ഉൾക്കൊള്ളുന്നതിന് പകരം പക്വമായ പ്രമാണങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന പൂർവികമായ മാതൃകകളിൽ നിന്ന്, പ്രത്യേകിച്ചും സ്വഹാബത്തിൽ നിന്നും താബിയിൽ നിന്നും തന്നെ മാതൃക ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. വെറുതെയെല്ലാം അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്നല്ലാഹ അസ്സ വജല്ല നളറ ഫീ ഖുലൂബിൽ ഇബാദ്. ലോകത്തുള്ള മുഴുവൻ റബ്ബിന്റെ അടിയാറുകളുടെയും ഹൃദയങ്ങളിലേക്ക് റബ്ബ് നോക്കി. ബഅദ ഖൽബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബിയുടെ ഖൽബ് കഴിഞ്ഞാൽ പിന്നെ ആരുടെ ഖൽബാണ്? ഇതാ ഒരു സംഘം യുവാക്കളാണവർ. ആരാണ്? ഫവജദ ഖുലൂബ അസ്ഹാബിഹി ഖൈറ ഖുലൂബിൽ ഇബാദ്. മുഹമ്മദ് നബി കഴിഞ്ഞാൽ ലോകത്ത് ഏറ്റവും നല്ല തെളിഞ്ഞ മനസ്സുള്ളവർ സ്വഹാബികളാണ്. ഫജഅലഹും വുസറാ നബിഹി യുഖാതിലൂന അലാ ദീനിഹി. അതുകൊണ്ടാണ് ദീനിനു വേണ്ടി പോരാടുന്ന പ്രവാചകന്റെ സഹായികളായി സ്വഹാബത്തിനെ അല്ലാഹു തെരഞ്ഞെടുക്കുകയുണ്ടായത്, നിശ്ചയിക്കുകയുണ്ടായത്. ഫമാ റആഹുൽ മുസ്ലിമൂന ഹസനൻ ഫഹുവ ഇൻദല്ലാഹി ഹസൻ. സ്വഹാബികൾ നന്മയായി കണ്ട കാര്യം എന്താണോ അതാണ് നന്മ. വമാ റഅഹു സയ്യൻ ഫഹുവ ഇൻദല്ലാഹി സയ്യ്. സ്വഹാബികൾ തിന്മയായി കണ്ട കാര്യങ്ങളെല്ലാം തിന്മയാണ്. അതുകൊണ്ട് ജീവിതത്തിന്റെ മാതൃക സ്വഹാബികളിൽ നിന്ന് പഠിക്കണം. എന്നാൽ നക്സൽ ചിന്താഗതിയുള്ള വക്താക്കളിൽ നിന്ന് ഇസ്ലാമിന് നേതൃത്വം കാണാൻ ശ്രമിച്ചവർക്ക് സ്വഹാബികളെ കുറിച്ച് അവമതിപ്പും, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹുവിനെ കുറിച്ച് അഴിമതിക്കാരനാണ് എന്ന പ്രചാരണം, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, അബൂ ദർദാ റളിയല്ലാഹു അൻഹു തുടങ്ങിയ ആളുകളെ കുറിച്ച് ദീനാറ് വാങ്ങി കള്ള ഹദീസുകൾ ഉണ്ടാക്കുന്നവരായിരുന്നു എന്ന പ്രചാരണം, ഇങ്ങനെ സ്വഹാബികളെ സംബന്ധിച്ചിടത്തോളം അവരെ പുറങ്കാലുകൊണ്ട് പരകോട്ട് വലിച്ചെറിയുകയും മാതൃകയായി ഭൗതികവാദികളെ സമർപ്പിക്കുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് ഒരിക്കലും നമ്മുടെ യുവത്വം വഴിമാറിക്കൂടാം. കാരണം നമുക്ക് മാതൃകയാകേണ്ടത് നിർബന്ധമായും റബ്ബ് മാതൃകാ സമൂഹം എന്ന് പഠിപ്പിച്ച് നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചിരിക്കുന്ന ആളുകൾ തന്നെയാണ്. അതുകൊണ്ട് സ്വഹാബത്തിന്റെ ആ തെളിഞ്ഞ മനസ്സ്, കളർപ്പില്ലാത്ത അന്തരീക്ഷം, അതിന്റെ മറുവശം മുഴുവൻ തിന്മകളിൽ നിന്നും മാറി നിൽക്കാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഹുദൈഫ റളിയല്ലാഹു അൻഹു ധരിക്കുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വല്ലദീ നഫ്സി ബിയദിഹി ലതഅമുറുന ബിൽ മഅറൂഫ് വലതൻഹൗന അനിൽ മുൻകർ. എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ സത്യം, നിങ്ങൾ നന്മ കൽപ്പിക്കുക തന്നെ വേണം, തിന്മ തടയുക തന്നെ വേണം. ഔല യൂശിക്കന്നല്ലാഹു അൻ യബ്അസ അലൈക്കും ഇഖാബൻ മിൻ ഇൻദിഹി. അല്ലെങ്കിൽ റബ്ബിന്റെ അരികിൽ നിന്ന് ഭൗതിക ലോകത്ത് ശിക്ഷ ഇറങ്ങി വരും. അതേപോലെ തന്നെ അങ്ങനെ റബ്ബിന്റെ ശിക്ഷ വരുമ്പോൾ നിങ്ങൾക്ക് ബോധമുണ്ടാകും, റബ്ബിനോട് നിങ്ങൾ മനംനൊന്ത് പ്രാർത്ഥിക്കും, പക്ഷേ അന്നേരം നിങ്ങളുടെ പ്രാർത്ഥന സ്വീകരിക്കപ്പെടുകയില്ല. പ്രാർത്ഥന സ്വീകരിക്കപ്പെടാത്ത മനസ്സുകളായി പ്രിയപ്പെട്ടവരെ നമ്മുടെ മനസ്സുകൾ മാറാൻ പാടില്ല. എപ്പോഴാണ് പ്രാർത്ഥന സ്വീകരിക്കപ്പെടാതെ പോവുക? തിന്മയ്ക്കെതിരെ ദീനീ വിരുദ്ധമായ, ധാർമ്മിക വിരുദ്ധമായ, പരലോക മോചനത്തെക്കുറിച്ച് ചിന്തിക്കാത്ത പ്രവർത്തനങ്ങൾ നമ്മുടെ അരികിൽ കടന്നു വരുമ്പോൾ അതാ റബ്ബിന്റെ ശിക്ഷ കടന്നു വരും. എന്തുകൊണ്ട്? ആ സദാചാരം കൽപ്പിക്കുകയും ദുരാചാരം വിലക്കുകയും ചെയ്യുന്ന പ്രവർത്തനം അത് എന്റെ ബാധ്യതയാണ് എന്നറിഞ്ഞില്ല എങ്കിൽ. അതുകൊണ്ട് നമുക്ക് ഹൃദയം തുറക്കേണ്ടതുണ്ട്, സജീവമായി മുന്നോട്ട് വരേണ്ടതുണ്ട്. നരകം നിർബന്ധമാക്കപ്പെടുന്ന ശിർക്കൻ ബഹുദൈവത്വ പ്രവർത്തനങ്ങൾക്കെതിരെ, പ്രവാചകന്റെ മാർഗത്തെ അവഗണിച്ചുകൊണ്ട് നരകം വിലക്ക് വാങ്ങുന്ന ബിദ്അത്തുകൾക്കും ജീർണതകൾക്കുമെതിരെ, അതേപോലെ തന്നെ ഹറാമുകളെ പുൽകുന്ന കള്ളുകുടിയന്മാരും ചൂതാട്ടക്കാരും കേവലം വിനോദ ആസ്വാദകരുമായി നാടകവും മ്യൂസിക്കും പാട്ടും നൃത്തനൃത്യങ്ങളുമായി അങ്ങനെ കേവലമായ അധപ്പതിച്ച മൃഗങ്ങളെക്കാൾ അധപ്പതിച്ച ഒരു നിലവാരത്തിലേക്ക് സഞ്ചരിച്ചു പോകുന്ന ഈ ജനതയെ ജീവിത ലക്ഷ്യം ബോധ്യപ്പെടുത്തി പരലോകം സത്യമാണ് എന്നറിയിച്ച് തിരിച്ചു കൊണ്ടുവന്നില്ലെങ്കിലുള്ള അപകടം നിങ്ങൾക്കറിയാമോ? ഒരു സമൂഹത്തിൽ തിന്മ വ്യാപിക്കുക, തിന്മ തടയാൻ ആളില്ലാതെ വരിക എന്ന് വന്നാൽ ഏതാണ്ട് എല്ലാവരും ഒന്നല്ലെങ്കിൽ മറ്റൊരു തിന്മയിൽ മുഴുകുന്നു എന്ന ഒരു അവസ്ഥ വന്നാൽ എത്രമാത്രം അപകടകരമായിരിക്കും. അതേക്കുറിച്ച് നൽകപ്പെട്ട താക്കീതും നാം ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ഇദാ റഅയ്തല്ലാഹ യുഅ്തിൽ അബ്ദ മിനദ് ദുനിയ അലാ മആസിഹി മാ യുഹിബ്ബ്. ഈ ലോകത്ത് അല്ലാഹു തന്റെ അടിമകൾക്ക് അവൻ ഇഷ്ടപ്പെടുന്ന തിന്മകൾ പ്രവർത്തിക്കാൻ അവസരം കൊടുത്താൽ കള്ളുകുടിയന്മാർക്ക് കള്ളുകുടിക്കാം, ചൂതാട്ടക്കാർക്ക് ചൂതാട്ടം നടത്താം, വ്യഭിചാരികൾക്ക് അങ്ങനെയാകാം. അങ്ങനെ ആണും പെണ്ണും ഇടപഴകി തോന്നിയതുപോലെ ജീവിക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ സമൂഹത്തിൽ വ്യാപകമായി. അതിനെ തടയാൻ രക്ഷിതാക്കളില്ല, ബോധവൽക്കരിക്കാൻ അധ്യാപകരില്ല, അവർക്ക് മാർഗനിർദ്ദേശം നൽകാൻ നേതാക്കളില്ല. അങ്ങനെ ആർക്കും തോന്നിയതുപോലെ നടക്കാമെന്ന ഒരു സാഹചര്യം രാജ്യത്ത് കൂടുതലായി കടന്നു വരികയാണെങ്കിൽ അറിഞ്ഞോളൂ, അത് ഇസ്തിദ്റാജാണ്. അഥവാ റബ്ബ് ഒരു സമൂഹത്തിന് ശിക്ഷ ഇറക്കുമ്പോൾ ആദ്യമായി ചെയ്യുന്നത് വ്യാപകമായി തിന്മ ചെയ്യാനുള്ള അവസരം അവിടുത്തെ യുവാക്കൾക്ക് നൽകും. പ്രിയപ്പെട്ടവരെ, യുവത്വം അത് അനുഗ്രഹമാണ് എന്ന് പറയുമ്പോൾ തന്നെ യുവത്വം അത് നിഗ്രഹമായി തീരുകയും അത് നഷ്ടമായി തീരുകയും ചെയ്യുന്ന ഒരു മറുവശമുണ്ട്. അതായത് നാം വ്യാപകമായി തിന്മ കടന്നു വരുമ്പോൾ എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് റബ്ബിന്റെ ശിക്ഷ ഇറങ്ങി വരുന്നതിന്റെ മുന്നോടിയാണ് ലോകത്തുടനീളം ഇങ്ങനെ തിന്മകൾ വ്യാപരിക്കുക എന്നത്. അതിന് തെളിവായി ഒരു ആയത്ത് അദ്ദേഹം ഓതി കേൾപ്പിച്ചു. ഫലമ്മാ നസൂ മാ ദുക്കിറൂ ബിഹി, ഓർമ്മിപ്പിക്കപ്പെട്ട കൽപ്പനകൾ അവർ മറന്നുപോകുമ്പോൾ ഫതഹ്നാ അലൈഹിം അബ്വാബ കുല്ലി ഷൈഇൻ, എല്ലാ അനുഗ്രഹങ്ങളുടെയും കവാടങ്ങൾ ആദ്യമായി അവർക്ക് തുറന്നു കൊടുക്കും. ഹത്താ ഇദാ ഫരിഹൂ ബിമാ ഊതു, അങ്ങനെ ലഭ്യമായ ഭൗതിക അനുഗ്രഹങ്ങളിൽ അവർ സന്തുഷ്ടരായിരിക്കും. എല്ലാ നേട്ടങ്ങളും അവരുടെ കയ്യിലുണ്ടാകും. പക്ഷേ അഖദ്നാഹും ബഗ്തതൻ, അപ്രതീക്ഷിതമായി പൊടുന്നനെ അവരെ നാം പിടികൂടും. ഫഇദാഹും മുബ്ലിസൂൻ, അന്നേരം അവർ അങ്ങേയറ്റം നിരാശപ്പെട്ടവരായിരിക്കും. ഇവിടെ ആ ശിക്ഷയിൽ നിന്ന് കരകയറാൻ കഴിയില്ലെന്ന് മാത്രമല്ല, പരലോകത്ത് ആഴമേറിയ നരകാഗ്നിയിലേക്ക് ചങ്ങലകളിൽ ബന്ധിതരായി വലിച്ചെറിയപ്പെടുന്ന ഒരു സാഹചര്യത്തെ കൂടി അവർ കരുതേണ്ടതുണ്ട് എന്നർത്ഥം. അതുകൊണ്ട് നിങ്ങൾ ശരിക്കും ചിന്തിക്കുക, വളരെ കൃത്യമായി ആലോചിക്കുക. നമ്മുടെ നാട്ടിൽ തിന്മയുടെ പ്രവർത്തനങ്ങളിലേക്ക് നീങ്ങിപ്പോകുമ്പോൾ ഏതെല്ലാം രൂപത്തിലാണ് അതിനെതിരെയുള്ള താക്കീതുകൾ കടന്നു വരുന്നത് എന്ന് വളരെ വ്യക്തമായി ഓർക്കാനും ചിന്തിക്കാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. വ്യാപകമായി മദ്യം പെരുകിയ ഒരു ദുരവസ്ഥയെക്കുറിച്ച് നേരത്തെ ഇവിടെ ഒരു യുവ നേതാവ് ശ്രദ്ധയിൽപ്പെടുത്തുകയുണ്ടായി. നമ്മുടെ നാടിന്റെ കഥയാണ് വരുത്തിയത്. എന്നാൽ നിങ്ങൾക്കറിയാമോ, നാളെ ശരീരം അങ്ങേയറ്റം വിപുലമായി വളർത്തപ്പെടുകയും അതിൽ നിന്ന് മാംസം വെന്തുരുകി പുറത്തേക്ക് ദുർനീരുകൾ സ്രവിക്കുകയും ചെയ്യുമ്പോൾ മുഴുവൻ കള്ളുകുടിയന്മാരും റിദിയത്തുൽ ഖബാൽ എന്നറിയപ്പെടുന്ന ആ വൃത്തികെട്ട ദുർനീര് കുടിപ്പിക്കപ്പെടുമെന്ന് പഠിപ്പിക്കപ്പെട്ടു. അതേപോലെ തന്നെ പലിശക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വയറുകളിൽ വിഷസർപ്പങ്ങളും അതേപോലെ തന്നെ ദുഷ്ടജന്തുക്കളും നിറഞ്ഞ അവസ്ഥയിൽ വലിയ കുടവയറുകളുമായി എല്ലാവർക്കും കാണാവുന്ന രൂപത്തിൽ നരകത്തിൽ പിളഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയും രക്തത്തിന്റെ ഒരു നദിയും അവരെ കാത്തിരിക്കുന്നു എന്ന് പഠിപ്പിച്ചു. അതേപോലെ തന്നെ വ്യത്യസ്തമായ ഓരോരുത്തരും വ്യഭിചാരികൾ താഴ്ഭാഗം വിസ്തൃത മേൽഭാഗം കുടുസായതുമായ ഒരു ചൂളയിൽ അവർ വറുക്കപ്പെടുന്ന ഗുരുതരമായ ഒരവസ്ഥയെക്കുറിച്ച് പഠിപ്പിച്ചു. അതുകൊണ്ട് ഹറാമുകളിൽ നിന്ന് തടയുന്ന കണ്ണുകൾ നരകത്തെ സ്പർശിക്കുകയില്ല എന്ന് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. കുറ്റബോധത്തോടുകൂടി തെറ്റുകൾ ഏറ്റുപറയുന്ന, ഭയന്നുകൊണ്ട് റബ്ബിന്റെ മുന്നിൽ കണ്ണീർ വാർക്കപ്പെടുന്ന കണ്ണുകൾ, ഈ രണ്ട് കണ്ണുകൾ ഒരിക്കലും നരകത്തിൽ പതിക്കുകയില്ല എന്ന് വളരെ വ്യക്തമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്റർനെറ്റിലൂടെ, മൊബൈൽ ഫോണിലൂടെ, പരസ്യപ്പലകളിലൂടെ, സിനിമാശാലകളിലൂടെ, മാർക്കറ്റുകളിലൂടെ, മാളുകളിലൂടെ നമ്മുടെ കണ്ണുകൾ ഹറാമിന്റെ വഴിയിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ എല്ലായിടത്തും കണ്ണുകളാണ്. മൊബൈൽ ഫോണിന്റെ ക്യാമറകൾ മുതൽക്ക് ഇങ്ങോട്ട് വ്യത്യസ്തങ്ങളായ ക്യാമറകൾ. അങ്ങനെ ഹറാമുകൾ കാണാൻ വേണ്ടി വിവിധ രൂപങ്ങളിൽ ആധുനിക സങ്കേതങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കണ്ണുകൾ തുറക്കാൻ സൗകര്യമുള്ള ഈ സന്ദർഭത്തിൽ പ്രിയപ്പെട്ടവരെ, ഈ പരീക്ഷണത്തിൽ വിജയിക്കാൻ നമുക്ക് സാധിക്കണം. അതുകൊണ്ട് ഏറ്റവും പ്രധാനമായി തിന്മ തടയണം. തിന്മ തടയാൻ നമുക്ക് കഴിയുന്നില്ല എങ്കിൽ റബ്ബിന്റെ ശിക്ഷ വന്നിറങ്ങും. ശിക്ഷ വന്നിറങ്ങുന്നതിന്റെ ഒന്നാമത്തെ സ്റ്റെപ്പാണ് തിന്മ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് മുഴുവൻ തിന്മയുടെ വാതായനങ്ങൾ തുറക്കപ്പെടുക എന്നുള്ളത്. നോക്കൂ, എന്താണ് ഒരു ബഹുദൈവ ആരാധന സമൂഹത്തിൽ കടന്നു വന്നാൽ പ്രവാചകന്റെ ചര്യയെ പരിഹസിക്കുകയോ തള്ളുകയോ അതിനെ പുച്ഛിക്കുകയോ ജീവിതത്തിൽ അതിനെ അവഗണിക്കുകയോ ചെയ്താൽ എന്നേക്കും നരകം. പ്രവാചകന്റെ കൽപ്പനയ്ക്ക് എതിരായി
എതിരായി നിന്നാൽ ഒന്നുകിൽ ഫിത്തനയുണ്ടാകും, അല്ലെങ്കിൽ റബ്ബിന്റെ വമ്പിച്ച ശിക്ഷ അവരിൽ വന്നിറങ്ങുന്നതിനെ അവർ അല്ലാഹു പ്രവാചകനെ ധിക്കരിക്കുന്നവർ ഭയപ്പെട്ടുകൊള്ളട്ടെ എന്ന് ഒരു താക്കീത് ചെയ്യുമ്പോൾ ആ നരകത്തിൽ വെന്തുരുകുന്ന ഒരവസ്ഥ നമുക്ക് വരുമോ എന്ന് ആദ്യമായി ചിന്തിക്കുക. നമ്മുടെ ചുറ്റുപാടുമുള്ള വിവിധ മതസ്ഥരായ മനുഷ്യർ, മതമില്ലാത്ത മനുഷ്യർ, മുസ്ലിം സമൂഹത്തിൽ തന്നെ വ്യതിയാനത്തിന്റെ വഴികൾ സ്വീകരിച്ചുകൊണ്ട് സൃഷ്ടിപൂജയിലും അതേപോലെ തന്നെ കപട രാഷ്ട്രീയ മുഖമണിഞ്ഞുകൊണ്ടുള്ള തീവ്രവാദ പ്രവർത്തനങ്ങളിലും ഭീകരതയിലുമെല്ലാം സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഭൗതികമായ നഷ്ടങ്ങൾ മാത്രമല്ലല്ലോ അവർ ഉണ്ടാക്കുക. അത്തരം ആളുകൾ, നമ്മുടെ പ്രിയപ്പെട്ട സഹോദരന്മാർ, നമ്മുടെ അയൽവാസികൾ, നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവർ, നമ്മൾ ഒരുമിച്ച് യാത്ര ചെയ്യുന്നവർ, നമ്മുടെ കൂടെ ഭക്ഷണം കഴിക്കുന്നവർ, നമ്മുടെ പ്രിയപ്പെട്ട ഈ യുവാക്കൾ, നാടിന്റെ നാനാഭാഗത്തു നിന്നും നമ്മുടെ ഏറ്റവും അടുത്ത ബന്ധുക്കളും അല്ലാത്തവരുമായ ആളുകൾ പോലും ഇങ്ങനെ പല വഴികളിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നരകത്തിന്റെ തടുക്കാൻ കഴിയാത്ത കെടുതിയിൽ നിന്ന് അവർ കരകയറണം എന്ന ഒരു ബോധം നമുക്ക് ഹൃദയത്തിൽ സൂക്ഷിക്കേണ്ടതുണ്ട്. ഒരു പരിചയവുമില്ലാത്ത ഒരു മനുഷ്യൻ നമ്മുടെ മുന്നിൽ തീപിടിച്ച് വെന്തുരുകിയാൽ നാം ഉടനെ അവരെ ആശുപത്രിയിൽ എത്തിക്കുകയും രക്ഷപ്പെടുത്താൻ വേണ്ടി ഒരൽപ്പം നനവ് മനസ്സിലുണ്ടെങ്കിൽ ശ്രമിക്കുകയും ചെയ്യും. എന്നാൽ ഒരിക്കലും തടുക്കാൻ കഴിയാത്ത നരകത്തിലേക്ക് എത്തിക്കുന്ന ശിർക്കൻ പ്രവർത്തനങ്ങളിൽ നിന്ന്, കുഫറിൽ നിന്ന്, അനീതിയിൽ നിന്ന്, ഭീകരവാദ തീവ്രവാദ നിലപാടുകളിൽ നിന്ന് വളരെ സ്നേഹമസൃണമായി ഗുണകാംക്ഷയോടുകൂടി തെളിവുകൾ ബോധ്യപ്പെടുത്തി പ്രവാചകന്റെയും സ്വഹാബത്തിന്റെയും പച്ചയായ ജീവനുള്ള ചരിത്രവും മാതൃകയും മുന്നിൽ വെച്ചുകൊണ്ട് അവരെ തിരിച്ചു കൊണ്ടുവരാൻ ഇതാ കേരളക്കരയിൽ ISM അല്ലാതെ ഇല്ല എന്നറിയുക. അതുകൊണ്ട് ISMന്റെ ധീരമായ ഈ പടയോട്ടത്തിൽ നല്ല കൂട്ടുകാരെ തെരഞ്ഞെടുക്കുകയും നന്മയുടെ വഴിയിൽ ഒത്തുചേരുകയുമല്ലാതെ ഈ വ്യതിയാന മാർഗത്തിൽ നിന്ന് കരകയറാൻ മറ്റൊന്നുമില്ലാത്തത് കൊണ്ട് പ്രിയപ്പെട്ടവരെ, നാം ഈ സമ്മേളന നഗരിയിൽ വെച്ച് ഉറച്ച തീരുമാനമെടുക്കുക. നമ്മുടെ സമയത്തിൽ ഇനിയും കൂടുതലായ സമയം നന്മയുടെ പ്രചാരണത്തിന് വേണ്ടിയും ഇസ്ലാമിക ദഅവത്തിന് വേണ്ടിയും വിനിയോഗിക്കും. അതേപോലെ തന്നെ വേണ്ടത്ര ബോധമില്ലാതെ നമ്മുടെ ഏതെങ്കിലും സുഹൃത്തുക്കൾ ഈ സത്യമൊക്കെ തിരിച്ചറിഞ്ഞും ഒരൽപ്പം പിറകിൽ നിൽക്കുന്നുവെങ്കിൽ അവരെ പിടിച്ചുകൊണ്ടുവരും. പ്രസ്ഥാനത്തിന് വേണ്ടിയല്ല, മുജാഹിദ് പ്രസ്ഥാനത്തിന് വേണ്ടിയല്ല, ISMന് വേണ്ടിയല്ല, അവനവന് വേണ്ടി. നാളെ റബ്ബ് ചോദിക്കും, നിങ്ങൾക്കുണ്ടായ ബോധമനുസരിച്ച്, നിങ്ങൾ നേടിയ അറിവനുസരിച്ച് നിങ്ങളുടെ അറിവും നിങ്ങളുടെ ആരോഗ്യവും നിങ്ങളുടെ സമയവും ചോദ്യം ചെയ്യപ്പെടുന്ന ആ ഘട്ടത്തിൽ മറുപടി പറയാൻ നമ്മുടെ ഓരോരുത്തരുടെയും ശരീരവും നമ്മുടെ ഓരോരുത്തരുടെയും ആത്മാവും ആ ഭാരമേറിയ ആഴമേറിയ ആ നരകാഗ്നിയിൽ നിന്ന് കാത്തുരക്ഷിക്കാൻ വേണ്ടി നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും പിറകോട്ടു പോകാതെ അടുത്ത നിമിഷത്തിൽ നിലച്ചു പോകുന്ന ഹൃദയമിടിപ്പുകളും നാടിമിടിപ്പുകളും ഓർത്തുകൊണ്ട് റബ്ബ് അനുവദിച്ച കാലം റബ്ബിന്റെ ദീനിന് വേണ്ടി, സത്യദീനിന്റെ വെളിച്ചം അത് ഉയർത്തിക്കാണിക്കുന്നതിന് വേണ്ടി റബ്ബ് നമ്മെ ഒരു കാരണമാക്കുമാറാകട്ടെ. അത് നിമിത്തം ഉന്നതമായ സ്വർഗ സൗഭാഗ്യം നേരാനും അങ്ങനെ ഹലാലുകൾ മാത്രം കാണുന്ന കണ്ണുകൾ കൊണ്ട് സർവശക്തനായ നാഥനെ നേരിൽ കാണാനുമുള്ള മഹാഭാഗ്യം അവൻ നമുക്ക് ചൊരിയുമാറാകട്ടെ. യുവത്വം എന്ന അനുഗ്രഹത്തെ കൃത്യമായി പ്രയോജനപ്പെടുത്താൻ അവൻ നമ്മെ തുണക്കുമാറാകട്ടെ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ജീവിതത്തിലുടനീളം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും കഴിവിൻ്റെ പരമാവധി പാലിക്കണം എന്നുണർത്തുകയാണ്. മതം ഗുണകാംക്ഷയാണ് എന്ന ക്യാമ്പയിനിൻ്റെ സമാപനം കുറിച്ചുകൊണ്ട് ഇന്ന് നാം സംഘടിപ്പിച്ച ഇസ്ലാമിക് യൂത്ത് മീറ്റ് ഇവിടെ അവസാനിക്കുമ്പോൾ ഇവിടെ ഉദ്ഘാടന പ്രസംഗം മുതൽ ഇപ്പോൾ നടന്ന അവസാന പ്രഭാഷണം വരെ ആ പ്രഭാഷണങ്ങളിലുടനീളം ഉണ്ടായ ചർച്ചകളും സംസാരങ്ങളുമെല്ലാം നമുക്ക് ഇനിയും ഈ കേരളക്കരയിൽ ഒരുപാട് ഭാരിച്ച ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാനുണ്ടെന്ന ഉപദേശങ്ങളാണ്, ഉത്ബോധനങ്ങളാണ് നാം ഇതുവരെ കേട്ടത്. ഈ ഉത്ബോധനങ്ങളും നിർദ്ദേശങ്ങളും കേട്ടുകൊണ്ട് തന്നെയാണ് നാളെ ഇൻഷാ അല്ലാഹ് കടപ്പുറത്ത് കേരളത്തിലുള്ള മുഴുവൻ മുജാഹിദുകളെ നോക്കിക്കാണുന്നവരും അവരുടെ ഉത്ബോധനങ്ങളും ഉപദേശങ്ങളും കേൾക്കുന്നവരും സ്വീകരിക്കുന്നവരും ഒരുമിച്ച് കൂടാനിരിക്കുന്നത്. ഈ അവസാന നിമിഷത്തിൽ ഒരു ദീർഘമായ പ്രഭാഷണത്തിന് ഞാൻ മുതിരുന്നില്ല. നമ്മുടെ ബാധ്യത നിർവഹണം ഇനിയും നടക്കേണ്ടതുണ്ട് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. കൃത്യവും വ്യക്തവുമായ ഒരു വഴിയിലൂടെ ഈ ഭൂമുഖത്ത് ജീവിക്കാൻ ഭാഗ്യം ലഭിച്ചവരാണ് നമ്മൾ ഓരോരുത്തരും. ആ വഴി ഏതെന്ന് ചോദിച്ചാൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു,
തറക്കത്തുക്കും അലൽ ബൈള ലൈലുഹാ കനഹാരിഹാ ലാ യസീഗു അൻഹാ ബഅദി ഇല്ലാ ഹാലിക്. ഞാൻ നിങ്ങളെ വിട്ടേച്ചു പോകുന്നത് ഏറ്റവും വെളുത്ത ഋജുവായ അന്ധകാരങ്ങളില്ലാത്ത സംശയങ്ങൾക്കിടമില്ലാത്ത അവ്യക്തതകളില്ലാത്ത സത്യത്തിന്റെ സിറാത്തുൽ മുസ്തഖീമിന്റെ ഒരു വഴിയിലാണ്. ലൈലുഹാ കനഹാരിഹാ, അതിൽ രാവും പകലും ഒരുപോലെ വെളിച്ചമുള്ളതാണ്. ലാ യസീഗു അൻഹാ ബഅദി ഇല്ലാ ഹാലിക്. ഈ കൃത്യമായ വഴിയിൽ നിന്ന് അകന്ന് ആരെങ്കിലും ജീവിക്കുന്ന പക്ഷം അവൻ നശിച്ചവർ തന്നെ എന്നാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിച്ചത്. അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് വിശുദ്ധ ഇസ്ലാമിന്റെ പ്രമാണങ്ങളായ ഖുർആനിലൂടെയും സുന്നത്തിലൂടെയും നമുക്ക് കിട്ടിയ തൗഹീദിന്റെ സുന്നത്തിന്റെ ആദർശം കൃത്യമായി അറിയാനും ആ വഴിയിലൂടെ ജീവിക്കാനും ഭാഗ്യം ലഭിച്ച ആളുകൾ എന്ന നിലക്ക് നമുക്ക് എപ്പോഴും ഉണ്ടാകേണ്ടുന്ന ഒരു ചിന്ത പാരത്രിക വിജയമാണ്. മഹാനായ പ്രവാചകന്റെ അടുക്കലത ഒരാൾ കടന്നു വന്ന് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ് അയ്യുൽ മുസ്ലിമീന അഖിയസ്. പ്രവാചകരെ, മുസ്ലിമീങ്ങളിൽ ആരാണ് ഏറ്റവും ബുദ്ധിയുള്ളവരെന്ന്. മഹാനായ പ്രവാചകൻ അതിന് നൽകിയ ഉത്തരമുണ്ട്, അതിന് നൽകിയ മറുപടിയുണ്ട്. അക്തറുഹും ലിൽ മൗതി ദിക്റ. മരണത്തെ ആരാണ് അധികമായി ഓർത്തുകൊണ്ടിരിക്കുന്നത്? വഅഹ്സനുഹും ലിമാ ബഅദഹു ഇസ്തിഅദാദ. ആ മരണശേഷമുള്ള ജീവിതത്തിന് വേണ്ടി നന്നായി പണിയെടുക്കുന്നവരാരാണ്, നന്നായി അധ്വാനിക്കുന്നവരാരാണ്? അവരാണ് ഉലൈകൽ അഖിയാസ്, ബുദ്ധിയുള്ളവർ എന്ന് മഹാനായ പ്രവാചകൻ 3 തവണ ആവർത്തിക്കുകയാണ്. സഹോദരന്മാരെ, ഈ നിലക്ക് കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് കാര്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും. അതുകൊണ്ട് തന്നെ നമ്മുടെ ബാധ്യത പാരത്രിക വിജയത്തിന് വേണ്ടി പണിയെടുക്കുക എന്നതാണ്. ദീനുൽ ഇസ്ലാമിനെ കുറിച്ച് തെറ്റിദ്ധരിച്ച ആളുകൾ ജീവിക്കുന്ന ഒരു പ്രദേശത്ത് ജീവിക്കുന്നവരാണ് നമ്മൾ. ദീനുൽ ഇസ്ലാമിന്റെ കൃത്യമായ വഴിയിൽ നിന്ന് മുസ്ലിം നാമം പേറിയവർ പോലും അകന്നു പോകുകയും ഐഹിക ജീവിതത്തിന്റെ ക്ഷണികമായ നൈമിഷികമായ സുഗാഡംബരങ്ങളിൽ മുഴുകി ജീവിതത്തിന്റെ കൃത്യമായ ലക്ഷ്യം മറന്ന് ജീവിക്കുമ്പോൾ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു തആല അറിയിച്ചുവല്ലോ, കല്ലാ ബൽ തുഹിബ്ബൂനൽ ആജില വതദറൂനൽ ആഖിറ. നിങ്ങളിതാ നൈമിഷികമായ ഈ ദുനിയാവിന്റെ സുഖങ്ങളെയാണ് ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. വതദറൂനൽ ആഖിറ, പരലോകത്തെ നിങ്ങളിതാ ഉപേക്ഷിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞെങ്കിൽ യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ വാഹകരായ ആളുകൾ പോലും ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന സാക്ഷ്യവചനത്തിന്റെ ആളുകൾ പോലും ഈ കൃത്യമായ വഴിയിൽ നിന്ന് അകലുമ്പോൾ നമ്മുടെ ബാധ്യത ഭാരിച്ചതാണ്, ഉത്തരവാദിത്തങ്ങൾ ഏറെയാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഈ സന്ദർഭത്തിൽ ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ അള്ളാഹു നൽകിയ വായു, അവൻ തന്ന വെള്ളം, അവൻ തന്ന ആരോഗ്യം, അവൻ തന്ന സമയം, അവൻ തന്ന കഴിവുകൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഉപയോഗപ്പെടുത്തി അവന്റെ തൃപ്തിക്കനുസരിച്ച് ജീവിച്ചു മരിക്കാനുള്ള ഒരു ബാധ്യത നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. നമുക്കറിയാം, മഹാനായ മൂസ നബി അലൈഹിസ്സലാം അള്ളാഹുവിന്റെ മാർഗത്തിൽ തൗഹീദി പ്രബോധകനായി ആ പ്രബോധിത സമൂഹത്തിൽ ജീവിച്ചപ്പോൾ മൂസാ നബി തന്റെ സമുദായത്തിൽ നിന്ന് അദ്ദേഹത്തിന് ബോധ്യമായത് അതാ അള്ളാഹുവിന്റെ വ്യത്യസ്തങ്ങളായ അനുഗ്രഹങ്ങൾ ആസ്വദിക്കുന്ന ഭൂരിപക്ഷ മനുഷ്യരിത അള്ളാഹുവിന്റെ തൃപ്തിക്കനുസരിച്ച് ജീവിക്കാതെ അവന്റെ അതൃപ്തിക്ക് വേണ്ടി, അവന്റെ ശാപത്തിന് വേണ്ടിയാണല്ലോ ജീവിക്കുന്നത് എന്നോർത്തുകൊണ്ട് മൂസ നബി അലൈഹിസ്സലാം അസ്വസ്ഥമായ ഒരു മനസ്സോടെ റബ്ബിനോട് പ്രാർത്ഥിച്ച പ്രാർത്ഥന വിശുദ്ധ ഖുർആനിലുണ്ട്. വഖാല മൂസ റബ്ബനാ ഇന്നക ആതൈത ഫിർഔന വമലഅഹു സീനതൻ വഅംവാലൻ ഫിൽ ഹയാത്തിദ് ദുനിയ. മൂസ നബി അലൈഹിസ്സലാമും അതുപോലെ ഹാറൂൻ അലൈഹിസ്സലാമും പ്രാർത്ഥിക്കുകയാണ്, ഇദാ റബ്ബേ, നീ ഫിർഔനും സംഘവും ഈ ദുനിയാവില് ഐശ്വര്യങ്ങൾ നൽകിയിട്ടുണ്ട്, അവർക്ക് സമ്പത്ത് നൽകിയിട്ടുണ്ട്, അവർക്ക് സുഖസൗകര്യങ്ങൾ നൽകിയിട്ടുണ്ട്, അവർക്ക് വേണ്ടത്ര എല്ലാ അനുഗ്രഹങ്ങൾ നൽകിയിട്ടും അവരിതാ റബ്ബന ലിയുളില്ലു അൻ സബീലിക. മൂസ നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ചത്, റബ്ബേ, ഈ സുഖങ്ങളെല്ലാം ഈ അനുഗ്രഹങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തുന്ന ഇവർ നിന്റെ മാർഗത്തിൽ നിന്ന് ആളുകളെ വഴിതെറ്റിക്കാനാണല്ലോ ശ്രമിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് മൂസ നബി അലൈഹിസ്സലാം പ്രാർത്ഥിക്കുകയാണ്, റബ്ബന തുമിസ് അലാ അംവാലിഹിം വഷ്ദുദ് അലാ ഖുലൂബിഹിം ഫലാ യുഅ്മിനു ഹത്താ യറഉൽ അദാബൽ അലീം. നോക്കൂ നിങ്ങൾ, അത്രമാത്രം അങ്ങനെ പ്രാർത്ഥിക്കാൻ തോന്നുമാറ് അസ്വസ്ഥമായ മൂസ നബിയുടെ മനസ്സ്, റബ്ബേ, ഇവരുടെ സമ്പത്ത് നീ
സമ്പത്തിൽ നിന്ന് തുടച്ചു മാറ്റി ഇവരുടെ ഹൃദയങ്ങൾക്ക് നീ കാഠിന്യം നൽകണമേ. എത്രത്തോളം എന്ന് വെച്ചാൽ നേർക്കുനേരെ കഠോരമായ ശിക്ഷയെ നേർക്കുനേരെ കണ്ടാലും അതനുഭവിക്കുമ്പോഴും നിന്നിൽ വിശ്വസിക്കാൻ കഴിയാത്ത വിധം ഇവരുടെ മനസ്സിന് കാഠിന്യം നൽകണമേ എന്ന് മൂസ നബി അലൈഹിസ്സലാം റബ്ബിലേക്ക് കൈയുയർത്തി പ്രാർത്ഥിച്ചപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകിയതായി നമുക്ക് വിശുദ്ധ ഖുർആനിലൂടെ മനസ്സിലാക്കാൻ കഴിയും. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസ നബി അലൈഹിസ്സലാമിനോട് ഹാറൂൻ നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞത് ഖാല ഖദ് ഉജീബത് ദഅവതുകുമാ, ഇതാ നിങ്ങളുടെ ഇരുവരുടെയും പ്രാർത്ഥന ഞാൻ കേട്ടിരിക്കുന്നു, ഞാനിതാ അതിന് ഉത്തരം നൽകുകയാണ്. പക്ഷേ നിങ്ങളുടെ ബാധ്യത ഭാരിച്ചതാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചത്. അതുകൊണ്ട് ഫസ്തഖീമാ, നിങ്ങൾ രണ്ടുപേരും നേരെ ചൊവ്വ ജീവിക്കുക. വലാ തത്തബിഅനി സബീലല്ലദീന ലാ യഅലമൂൻ, നിങ്ങൾ നേരെ ചൊവ്വ ജീവിക്കുക, നിങ്ങൾ ഒരിക്കലും അറിവില്ലാത്തവരുടെ മാർഗം പിന്തുടരരുത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹിസ്സലാമിനെയും ഹാറൂൻ അലൈഹിസ്സലാമിനെയും അറിയിച്ചതെങ്കിൽ നമ്മുടെ ബാധ്യതയും ഇത് തന്നെയാണ്. അല്ലാഹുവിന്റെ സത്യമാർഗത്തിൽ നിന്ന് ബോധപൂർവം അകന്നുകൊണ്ട് ജീവിക്കുന്നവർ, ആ സത്യമാർഗത്തെ അറിയാതെ അതിൽ നിന്ന് അകന്നു ജീവിക്കുന്നവർ, അതിനെ മനസ്സിലാക്കാതെ ഒരുപാട് ആളുകൾ ഐഹിക ജീവിതത്തിന്റെ പളവളപ്പ് കണ്ട് പച്ചപ്പ് കണ്ട് ഇത് തന്നെയാണ് ജീവിതമെന്ന് മനസ്സിലാക്കി ജീവിക്കുമ്പോൾ നമ്മുടെ ബാധ്യത ഫസ്തഖിം കമാ ഉമിർത, ഇതാ കൽപ്പിച്ചതുപോലെ അള്ളാഹുവിന്റെ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കുക എന്നതാണ്. ആ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് തെറ്റിക്കുന്ന ഒരുപാട് ഘടകങ്ങൾ നമ്മുടെ ചുറ്റുഭാഗങ്ങളിലുണ്ട്. ആ ഘടകങ്ങളെ തിരിച്ചറിയാനും അള്ളാഹുവിന്റെ മാർഗത്തിൽ ക്ഷമയോടെ മുന്നേറാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ആ ഒരു ബാധ്യതയാണ് നമുക്കുള്ളത്. അതുകൊണ്ട് ഫസ്ബിർ, നിങ്ങൾ ക്ഷമിക്കുക, അള്ളാഹുവിന്റെ ദീനിനനുസരിച്ച് ജീവിച്ച് ക്ഷമാലുക്കളായി എല്ലാം സഹിച്ച് ഏത് പരീക്ഷണങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ അള്ളാഹുവിന്റെ മാർഗത്തിലാണല്ലോ എന്ന് സമാധാനിച്ചുകൊണ്ട് ക്ഷമിച്ചുകൊണ്ട് മുന്നേറണം. അതിന്റെ ഗുണം എന്താണെന്ന് ചോദിച്ചാൽ ഇന്ന വഅദല്ലാഹി ഹഖ്, ഇതാ അള്ളാഹു പറഞ്ഞ വാഗ്ദാനം അത് പുലരുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞാൽ ഈ ക്ഷണികമായ ലോകത്തിൽ നിന്ന് തൽക്കാലമായി മരിച്ചു വരികയുമ്പോൾ മരണമെന്നത് ഒരിക്കലും ജീവിതത്തിന്റെ തിരശ്ശീല കുറിക്കലല്ല. മരണമെന്നത് യഥാർത്ഥ ജീവിതത്തിലേക്കുള്ള ഒരു കവാടമാണ്. അവിടെ കത്തിയാളുന്ന നരകാഗ്നിയാണ് ഒരു ഭാഗത്ത്, അവിടെ മുഴുവൻ സുഖങ്ങളും ശാശ്വതമായി ലഭിക്കുന്ന സ്വർഗ കവാടങ്ങളാണുള്ളത്, സ്വർഗീയമായ സുഖങ്ങളാണുള്ളത് എന്ന് സമാധാനിച്ചുകൊണ്ട് ആ സ്വർഗത്തിന്റെ വഴിയിലേക്ക് നടന്നെടുക്കുവാനുള്ള ഒരു ശ്രമത്തിലാണ് നമ്മൾ ഓരോരുത്തരും ഒഴുകേണ്ടത്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ പറയുകയുണ്ടായി, യഅതി അലന്നാസി സമാൻ, ഇതാ മനുഷ്യർക്കൊരു കാലഘട്ടം വരാനിരിക്കുകയാണ്, അസ്സാബിറു അലാ ദീനിഹി, അന്ന് ദീൻ മനസ്സിലാക്കി ദീനിന്റെ അറിവുകൾ, അതിലെ വിശ്വാസങ്ങള്, അതിലെ ആചാരങ്ങൾ ശരിക്ക് തിരിച്ചറിഞ്ഞ് ജീവിക്കുന്ന ആൾ, അതിൽ ക്ഷമിക്കുന്നവൻ കൽ ഖാബിലി അലൽ ജംറ, അതാ തീക്കട്ട കൈവിൽ പിടിച്ച് എത്രമാത്രം ജീവിക്കാൻ കഴിയും അതുപോലെയുള്ള ഒരു പ്രതീതിയായിരിക്കും ദീനനുസരിച്ച് ജീവിക്കുന്നവർക്ക് എന്ന് മഹാനായ പ്രവാചകൻ പറഞ്ഞെങ്കിൽ അത്തരത്തിലുള്ള ഒരു ജീവന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തൗഹീദിന്റെ പ്രഭ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു അനുഗ്രഹം എന്ന നിലക്ക് നമുക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ മരണത്തിന് മുമ്പ് അതിനെ അവഗണിച്ച് അതിനെ മറന്നു ജീവിക്കാതെ ആ തൗഹീദിന്റെ സന്ദേശങ്ങൾ, ആ ഇസ്ലാമിന്റെ പ്രകാശങ്ങൾ നമ്മൾ ഓരോരുത്തരും സ്വീകരിക്കുകയും ഒരു ഗുണകാംക്ഷ എന്ന നിലക്ക് ഇതാ പ്രവാചകന്മാരെല്ലാവരും പ്രബോധന പ്രവർത്തനം നിർവഹിച്ചപ്പോൾ സമൂഹത്തോട് പറഞ്ഞ കാര്യം ഇന്നി അഖാഫു അലൈക്കും അദാബ യൗമിൻ അദീം എന്നതാണ്. ഒരു മഹത്തായ ദിവസത്തെ ശിക്ഷ നിങ്ങളുടെ മേലിതാ ഞാൻ ഭയപ്പെടുന്നു എന്ന്. എന്തുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രചരിപ്പിക്കുന്നു, എന്തുകൊണ്ട് പ്രവാചകന്മാരനുസരിക്കണമെന്ന് പറയുന്നു, എന്തുകൊണ്ട് ദീനനുസരിച്ച് ജീവിക്കണമെന്ന് പറയുന്നു? ഇതാ ശിക്ഷ വരാനിരിക്കുന്നു. ആ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ മുജാഹിദ് പ്രസ്ഥാനം കേരളത്തിൽ നിർവഹിക്കുന്ന ഏറ്റവും മഹത്തായ ഒരു ജീവകാരുണ്യ പ്രവർത്തനമാണ് തൗഹീദിന്റെ സന്ദേശം ആളുകളിലേക്ക് എത്തിച്ചുകൊണ്ട് ഏറ്റവും മഹത്തായ ഒരു ജീവിതത്തിൽ ഒരു ദിവസത്തിലെ വിജയത്തിലേക്ക് മനുഷ്യരെ എത്തിക്കുക, ഏറ്റവും വലിയ ഒരു അപകടത്തിൽ നിന്ന് മുഴുവൻ മനുഷ്യരെയും കരകയറ്റുക എന്നത്. അതുകൊണ്ട് തന്നെ ഈ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഇനിയും ഈ നാട്ടിൽ പ്രവർത്തിക്കേണ്ടുന്ന നമ്മൾ ഓരോരുത്തരും നമ്മുടെ സമയം ഒരിക്കലും നഷ്ടപ്പെടുത്താതെ, നമ്മുടെ യുവത്വം നഷ്ടപ്പെടുത്താതെ ദീനിന് വേണ്ടി ആ യുവത്വവും സമയവും കഴിവുകളും ഉപയോഗപ്പെടുത്തണമെന്നാണ് സാന്ദർഭികമായി ഉണർത്തുന്നത്. പരലോക ചിന്ത ഏത് സന്ദർഭത്തിലും ഉണ്ടാകണം. ഇന്ന് മുസ്ലിം സമൂഹം പോലും ഇവിടെ വിശദീകരിച്ചതുപോലെ അധാർമികമായ തോന്നിവാസങ്ങളിലേക്ക്, വൃത്തികേടുകളിലേക്ക് അവർ നടന്നെടുക്കാനുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള കൃത്യമായ അറിവ് അവർക്ക് നഷ്ടപ്പെട്ടു എന്നതാണ്. പരലോകത്തെക്കുറിച്ചുള്ള ബോധം അവർ അവഗണിച്ചു എന്നതാണ്. അതുകൊണ്ട് തന്നെ പരലോകത്തെക്കുറിച്ച്
ചിന്തിച്ചുകൊണ്ട് മരണശേഷമുള്ള അള്ളാഹു ഒരുക്കി വെച്ച അവന്റെ കോടതിയിൽ വിചാരണയെ നേരിടുമ്പോൾ ഞാനിതാ ഇവിടെ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി കാണിച്ച് അള്ളാഹുവിന്റെ വിനയാന്വിതനായ ഒരടിമയായി എനിക്ക് ജീവിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, എന്റെ കുടുംബത്തിന് എങ്ങനെ ജീവിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നൊരു ഉറപ്പ് വാങ്ങുന്നതോടൊപ്പം ഈ പ്രബോധന വേദിയിൽ നമ്മൾ ഓരോരുത്തരും ഉണ്ടാകണമെന്നാണ് ഈ അവസാന നിമിഷത്തിൽ ഉണർത്തുവാനുള്ളത്. അതുകൊണ്ട് സഹോദരന്മാരെ, മുജാഹിദ് പ്രസ്ഥാനത്തെ തിരിച്ചറിയാൻ, മുജാഹിദ് പ്രസ്ഥാനം ഇവിടെ ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ പ്രഭ നമ്മിലൂടെ യഥാർത്ഥത്തിൽ മറ്റുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുവാനുള്ള തീവ്രമായ ഒരു പരിശ്രമങ്ങളിൽ നമ്മൾ ഓരോരുത്തരും മുഴുകണമെന്ന് മാത്രം അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ സംരംഭങ്ങൾക്കും ബർക്കത്തും നിഅമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരന്മാരെ, ഈ തൗഹീദിന്റെ വെള്ളി വെളിച്ചത്തിൽ നടന്നു നീങ്ങുന്ന ഒരുപാട് ആളുകൾ അവർക്കിന്നിവിടെ എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. പലരും രോഗികളായി പ്രയാസപ്പെട്ടുകൊണ്ട് ആശുപത്രിയിലും വീടുകളിലുമായി കഴിയുന്നുണ്ട്. ഏത് സന്ദർഭത്തിലും പ്രയാസപ്പെടുന്ന ആളുകളെ എപ്പോഴും ചിന്തിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു മനസ്സ് നമുക്കുണ്ടാവണം. എത്രയോ ആളുകൾ രോഗങ്ങളിലായി വേദനിച്ച് കഴിയുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കൂട്ടത്തിൽ നിന്ന് രോഗികളായി മാറിയവർക്ക് ശമനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, കടുത്ത പരീക്ഷണങ്ങളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ മോചിപ്പിക്കുമാറാവട്ടെ. മരണം എപ്പോൾ എവിടെ വെച്ച് പിടികൂടിയാലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ടുള്ള ഈമാനികമായ മരണം തന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സഹായിക്കുമാറാവട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ദുആഅനാ വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. അല്ലാഹുമ്മ തവഫനാ മുസ്ലിമീന വഅൽഹിഖ്നാ ബിസ്സാലിഹീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മതം ഗുണകാംക്ഷയാണ് എന്ന ക്യാമ്പയിനോടനുബന്ധിച്ച്, അതിൻ്റെ സമാപന സമ്മേളനത്തോടനുബന്ധിച്ച് ഇവിടെ നടത്തപ്പെട്ട ഇസ്ലാമിക് യൂത്ത് കോൺഫറൻസ് ഒരു വൻ വിജയമാക്കിയതിൽ ആദ്യമായി അള്ളാഹുവിനെ സ്തുതിക്കുന്നു. ഇവിടെ എത്തിച്ചേർന്ന യുവ സാന്നിധ്യം സൂചിപ്പിക്കുന്ന പോലെ, ഇവിടെ ചർച്ച ചെയ്ത വിഷയങ്ങൾ വിളിച്ചോതുന്ന പോലെ വളരെ വ്യക്തമായ ഉദ്ദേശത്തോടും ലക്ഷ്യത്തോടു കൂടിയുമാണ് ഈ ഇസ്ലാമിക് യൂത്ത് കോൺഫറൻസ് ആസൂത്രണം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സമീപ പ്രദേശങ്ങളിൽ അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം മഴ കോരിച്ചൊരിഞ്ഞപ്പോഴും വളരെ സജീവ സാന്നിധ്യത്തോടു കൂടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള യുവ സമൂഹത്തിനും മറ്റു പ്രതിനിധികൾക്കും ആദ്യമായി നന്ദി രേഖപ്പെടുത്തുന്നു.